ബാക്ക് ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ചെറിയൊരു കണ്ടന്റ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പാഠത്തിൽ നിന്നാണ് പരീക്ഷയ്ക്ക് മിക്കവാറും വരാറില്ലേ, എന്തെഴുതാൻ വേണ്ടിയിട്ട് ജീവചരിത്രക്കുറിപ്പ് എഴുതുക, സൂചനകളിൽ നിന്നും വിശദീകരിച്ച് ജീവചരിത്രക്കുറിപ്പ് എഴുതുക, എഴുത്തുകാരനെ കുറിച്ച് എഴുതുക, അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്, കാരണം നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ടീച്ചറെ ഇന്ന് തരുന്നത് തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന കഥ എഴുതിയത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ആനന്ദ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ടീച്ചർ ഇന്ന് പറയുന്നത്. ആനന്ദ് പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ കഥകൾ എഴുതുന്നത്. അപ്പോൾ പി സച്ചിദാനന്ദൻ എന്ന ഏത് പേരിലാണ് കഥകൾ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ആനന്ദിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ പി സച്ചിദാനന്ദൻ. വൺ വേർഡ് ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രശസ്തനായ ഒരു മലയാള നോവലിസ്റ്റും എഴുത്തുകാരനുമാണ് ആനന്ദ് എന്നറിയപ്പെടുന്ന പി സച്ചിദാനന്ദൻ. അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിലെ 1936 അദ്ദേഹം ജനിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ നോവലുകളുടെ കവർ പേജ് എങ്ങനെയായിരിക്കും എന്നറിയോ? ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ഇതാ തള്ളവിരലില്ലാത്ത ഗ്രാമം അല്ലേ. അദ്ദേഹം തള്ളവിരലില്ലാത്ത ഗ്രാമം, ആ ഒരു ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അതിൻ്റെ ഒക്കെ എന്താണ് കവർ പേജ് എങ്ങനെയാണെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഈ കഥയുള്ള പുസ്തകത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥകളൊന്ന് പരിശോധിച്ചാൽ മതി, പുസ്തകങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹം തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ ഫോട്ടോയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ കവർ ഫോട്ടോ ആയിട്ട് ഉപയോഗിക്കാറ്. ചിലരില്ലേ ചിത്രകാരന്മാർ, എഴുത്തുകാരന്മാരിൽ ചിത്രകാരന്മാരുണ്ടെങ്കിൽ അവർ തന്നെ വരച്ച ചിത്രങ്ങളാണ് മിക്കപ്പോഴും ഉപയോഗിക്കാറ് അല്ലേ. നോവൽ, കഥ, നാടകം, ലേഖനം, പഠനം തുടങ്ങിയ വിഭാഗങ്ങളിലായി 20ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 20ഓളം കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നോവൽ, കഥ, നാടകം, ലേഖനം, പഠനം, 20ഓളം കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അദ്ദേഹത്തിന്റെ ആൾക്കൂട്ടത്തിന് ലഭിച്ച യശ്പാൽ അവാർഡ്, ആൾക്കൂട്ടം, അഭയാർത്ഥികൾ, ഇതൊക്കെ വളരെ പ്രശസ്തമായ നോവലുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ആൾക്കൂട്ടം, അഭയാർത്ഥികൾ, അതിനെന്ത് കിട്ടിയിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ ആൾക്കൂട്ടത്തിന് യശ്പാൽ അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല. പിന്നെ വീടും തടവും, ജൈവ മനുഷ്യൻ, ഇവ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. മരുഭൂമികൾ ഉണ്ടാകുന്നത്, വയലാർ അവാർഡ് കിട്ടിയതാണ്. ഗോവർദ്ധനന്റെ യാത്രകൾ, ഈ ഒരു ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്, കൃതിയിൽ നിന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന തള്ളവിരലില്ലാത്ത ഗ്രാമം. അപ്പോൾ മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതിയാണ്? ആനന്ദിന്റെ, പി സച്ചിദാനന്ദന്റെ. അപ്പോൾ ഗോവർദ്ധനന്റെ യാത്രകൾ ആരുടെ കൃതിയാണ്? ഗോവർദ്ധനന്റെ യാത്രകൾ ആനന്ദിന്റെ കൃതിയാണ്. അതുപോലെ ആൾക്കൂട്ടം, അഭയാർത്ഥികൾ, ഇതൊക്കെ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ കൃതിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന് പറയുന്ന കൃതിയിലെ ആ ഒരു കഥയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. മഹാശ്വേതാദേവിയുടെ കവിബന്ധ്യ ഘടികായുടെ ജീവിത മരണവും എന്ന കൃതി അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതിന് കേന്ദ്രത്തിന്റെ അവാർഡ്, കേന്ദ്ര സാഹിത്യ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. 2019 എഴുത്തച്ഛൻ പുരസ്കാരവും ആർക്കായിരുന്നു? പി സച്ചിദാനന്ദൻ. അപ്പോൾ ആനന്ദ് എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കോണ്ടന്റും ആയിട്ട് ടീച്ചർ മറ്റു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.